സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിററുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് ദർപ്പണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റെഡി അല്ലേ? കാര്യങ്ങൾ നമ്മൾ നേരെ കിടക്കാം. സോ മിറർ, ദർപ്പണ സമവാക്യം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ കാര്യമാണ്. സോ എന്താണ് മിറർ ഇക്വേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരെ ഇക്വേഷൻ ചെയ്യാൻ പറ്റും. എന്താണ് 1/f equal to 1/u plus 1/v. ഇതാണ് മിറർ ഇക്വേഷൻ, ദർപ്പണ സമവാക്യം. അപ്പോൾ എന്താണ് എഫ്, എന്താണ് യു, എന്താണ് വി എന്നൊക്കെ എല്ലാവർക്കും ഓൾറെഡി അറിയുമായിരിക്കും. ജസ്റ്റ് പറഞ്ഞുതരാം. യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് മിറർ, വസ്തുവും ദർപ്പണവും, നമ്മൾ വെക്കുന്ന വസ്തുവും നമ്മുടെ മിറർ, ദർപ്പണം, മിററുമായുള്ള ഡിസ്റ്റൻസിനാണ് യു എന്ന് പറയുന്നത്. വി എന്ന് പറഞ്ഞാൽ ഇമേജും മിററും തമ്മിലുള്ളതാണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്. പക്ഷേ ഈ പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ സെന്റിമീറ്ററിലാണ് ചെയ്യുക, മീറ്റർ കൺവേർഷൻ ഒന്നുമില്ല. ആൻഡ് ഈ പ്രോബ്ലം, ഈ ഫ്രാക്ഷൻ വെച്ച് നിങ്ങൾക്ക് ഭിന്നസംഖ്യകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യാവുന്നുള്ളൂ. വളരെ ഈസി സ്റ്റെപ്പ് അതാണ്. പക്ഷേ പല കുട്ടികൾക്ക് അത് തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ജസ്റ്റ് കുറച്ച് ഇക്വേഷൻസ് ഇത് സോൾവ് ചെയ്താൽ എഫ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്താ ചെയ്യാം, യു ഇൻറ്റു വി, ഈ ഫോർമാറ്റ് യു ഇൻറ്റു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി എന്നുള്ള സാധനം പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കും. സാർ ഇത് മാറിപ്പോകും, ഒരു കാരണവശാലും മാറിപ്പോകും. നിങ്ങൾ എഴുതി പഠിക്കുക, ഒരു 5 തവണ എഴുതിയാൽ ഇതൊന്നും ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. വളരെ സിമ്പിൾ, നിങ്ങൾ എഴുതി ശ്രമിച്ചു നോക്കണം, കിട്ടും കേട്ടോ. പ്രോബ്ലം ചെയ്ത് കാണിച്ചില്ല, നിങ്ങൾക്ക് ഇത്രയും കാലം ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് കാണിച്ചു തരാം. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് യു ഈസ് ഈക്വൽ ടു, യു ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെയാണ് വി യു എഫ് അല്ലേ. അപ്പോൾ മുകളിൽ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ഫോമില്ല, യു ഇൻറ്റു വി പോലെ യു ഇവിടെ എഴുതി. അപ്പോൾ ഞാൻ അവിടെ ബാക്കി ആരൊക്കെയാണ് വിയും എഫും, വി ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ വിയിൽ നിന്ന് എഫ് കൊണ്ട് മൈനസ് ചെയ്യാം. ഓക്കെ റെഡി. അടുത്ത എന്ത് ചെയ്യാം, വി എഴുതുമ്പോൾ ഈ യുവിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ മതിടാ, അതേ ഫോട്ടോ കോപ്പി ആയിരിക്കും വിക്ക് വരിക. അപ്പോൾ എന്തായിരിക്കും, വി ഈസ് ഈക്വൽ ടു യു ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ഫോർമാറ്റ് ഡിവൈഡഡ് ബൈ മൈനസ് ഫോർമാറ്റ്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ പഠിച്ചാൽ മതി, വലിയ പണിയുള്ള കാര്യമൊന്നുമല്ലടാ. ഇനി നേരെ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകുന്നതിന് മുമ്പ് വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി നിങ്ങളൊന്ന് പഠിക്കണം. ഇത് വളരെ സിമ്പിൾ, വലിയ സംഭവം എന്നുള്ള കാര്യമൊന്നുമല്ല. അതായത് നമ്മൾ ഗ്രാഫ് സാധാരണ വരയ്ക്കാറ് എങ്ങനെ, റൈറ്റിലോട്ട് പോസിറ്റീവ് ആണ് അല്ലേ, ലെഫ്റ്റിലോട്ട് എന്താണ്, നെഗറ്റീവ് ആണ്, നമുക്കറിയുന്ന കാര്യമല്ലേ. അതേപോലെ മുകളിലോട്ട് പോസിറ്റീവും താഴോട്ട് നെഗറ്റീവും അല്ലേ, ഈ ലോജിക്ക് അറിയാലോ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ മിറർ, നിങ്ങളുടെ ദർപ്പണം വരയ്ക്കുമ്പോൾ നമ്മളുടെ നമ്മളിവിടെ ഒറിജിൻ ആയിട്ട് വരയ്ക്കുന്നില്ലേ, 0 എന്നൊക്കെ മാർക്ക് ചെയ്യുന്നത്, അത് പോളാണ്, നമ്മുടെ മിററിൻ്റെ പോളാണ്. ആൻഡ് അതിൻ്റെ വലത്തോട്ടുള്ള എല്ലാ അളവുകളും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സെയിം ലോജിക്ക്, ഇടത്തോട്ടുള്ള എല്ലാ അളവുകളും നെഗറ്റീവ് ആയിരിക്കും, മുകളിലോട്ടുള്ള എല്ലാ അളവുകളും പോസിറ്റീവ്, താഴോട്ടുള്ള എല്ലാ അളവുകളും നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ്. ആൻഡ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് വെക്കുന്നുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വസ്തു ഇവിടെ വെക്കുക. അപ്പോൾ വസ്തുവും ഇവരും തമ്മിലുള്ള ഈ ഒരു ദൂരമല്ലേ യു എന്ന് പറയുന്നത്. അതുകൊണ്ട് യു എന്തായിരിക്കും, ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അതൊരു ഷോർട്ട് കട്ട് ആയിട്ട് വേണം പഠിച്ചോ. അത് ഈ ചാപ്റ്ററിലും അടുത്ത മിററിലും നിങ്ങൾ പഠിക്കാം. യു ആർ ഓൾവേസ് നെഗറ്റീവ്, അല്ലെങ്കിൽ യു ആർ ഓൾവേസ് നെഗറ്റീവ്, എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ, ഇങ്ങനെയാണ് വെക്കുക, അതുകൊണ്ടാണ് കേട്ടോ. യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് കോൺകേവ് മിററിൻ്റെ പ്രോബ്ലം, കോൺകേവ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത്, അപ്പോൾ ഇതായിരിക്കും മുഖ്യ ഫോക്കസ്. അപ്പോൾ ഇതായിരിക്കും ഫോക്കൽ ലെങ്ത് എഫ്, അതും എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, ഗ്യാരണ്ടിയാണ്. ഇനി ഇമേജ് നമ്മൾ ഇതേ സൈഡിൽ, നമ്മുടെ സെയിം സൈഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ റിയൽ ഇമേജ് എന്നാണ് പറയുക. റിയൽ ഇമേജ് എന്നാണ് പറയുക. റിയൽ ഇമേജ് എന്തായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, തല കുത്തനെയുള്ളതായിരിക്കും, തല തിരിഞ്ഞിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെന്താണ്, ഈ ഡിസ്റ്റൻസ്, ഇതാണ് ഇമേജ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഡിസ്റ്റൻസ് ഈ വി അല്ല വരിക. അപ്പോൾ സെയിം സൈഡാണ്, ഇടത്തോട്ടുള്ള എല്ലാ ആളുകളും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ റിയൽ ഇമേജ് അതായത് യഥാർത്ഥമായ ഇമേജ് ആണെങ്കിൽ വിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇനി വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നിത്യമായിട്ടുള്ള ഇമേജ് ഈ വശത്താണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കേസിൽ, നിത്യമായിട്ടുള്ള കേസിൽ മാത്രം വിൻ്റെ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. അതൊന്ന് ഓർത്തു വെക്കുക, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ പ്രകാരം നമ്മളൊരു ടേബിൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, റിയൽ ആണെങ്കിൽ എപ്പോഴും ഇൻവേർട്ടഡ്, റിയൽ ആണോ യഥാർത്ഥമാണോ എപ്പോഴും തല കീഴായിട്ടുള്ള ഇമേജ് ആയിരിക്കും. വെർച്വൽ ആണോ അത് ഇറക്റ്റ് ആയിട്ടുള്ള, മിഥ്യയാണെങ്കിൽ നിവർന്നിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. ഇത് ലെൻസിലും മിററിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ടേബിൾ അറിഞ്ഞു വെക്കുന്ന, ഈ ടേബിൾ കാണാൻ പഠിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലോജിക്കില്ലേ, ഈ പറഞ്ഞ ലോജിക്ക് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ലോജിക്കിൽ നിന്നാണ് നമ്മൾ ഈ ടേബിൾ ഉണ്ടാക്കുന്നത്. യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, കോൺകേവിൻ്റെ ഫോക്കൽ ലെങ്ത്തും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് കോൺകേവ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു നെഗറ്റീവ് വോളിയാന്ന് പഠിക്കുക, നെഗറ്റീവ് വോളി. എന്തുകൊണ്ടാണ്, യു നെഗറ്റീവ്, എഫ് നെഗറ്റീവ്, വി എപ്പോഴും നെഗറ്റീവ് അല്ല. 6 കേസ് നമുക്ക് പഠിക്കുന്നതിൽ 5 കേസുകൾ എന്താണ്, നെഗറ്റീവാണ്. 6 കേസിൽ 5 കേസും റിയൽ ആണ്. റിയൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമാണ്.
ആൻഡ് ഒരു കേസ് മാത്രമേ വെർച്വൽ മെത്തിയുള്ളൂ. അപ്പോൾ വെർച്വൽ ആണെങ്കിൽ എന്തായിരിക്കും വിന്റെ വാല്യൂ പോസിറ്റീവ്. ആൻഡ് HO ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, വസ്തു വെക്കുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കും? വസ്തു എപ്പോഴും വെക്കുന്നത് ഇങ്ങനല്ലേ, ഇതല്ലേ HO എന്ന് പറയുന്നത്, അത് എപ്പോഴും പോസിറ്റീവ്. കാരണം എന്താ? മുകളിലോട്ടല്ല അളക്കുക, മുകളിലോട്ട് എല്ലാ അളവുകളും പോസിറ്റീവ്. അതുകൊണ്ട് HO എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. HI തിരിഞ്ഞിട്ട് വരുന്ന, റിയൽ ആണെങ്കിൽ തല കീഴായിട്ടായിരിക്കില്ല, റിയൽ ആണെങ്കിൽ തല കീഴായിട്ടുള്ള ഇമേജ് ഇല്ല, റിയൽ തല കീഴായിട്ടില്ല യഥാർത്ഥമായുള്ള ഇമേജ്. അപ്പോൾ ഇതല്ലേ HI വരിക. അപ്പോൾ റിയൽ യഥാർത്ഥമാണ് തല കീഴായിട്ടാകുമ്പോൾ നെഗറ്റീവ് ആവും. എന്നാൽ ഇതേപോലെ നിവർന്ന് നിൽക്കുകയാണെങ്കിൽ വെർച്വൽ ആണെങ്കിൽ HIന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, മുകളിലോട്ടുള്ള അളവ് പോസിറ്റീവ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. ആൻഡ് മാഗ്നിഫിക്കേഷൻ, ആവർത്തനത്തിൻ്റെ കേസ് നമുക്ക് നോക്കി പഠിക്കാൻ പറ്റും. ആവർത്തനത്തിൻ്റെ ചിഹ്നം നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ അല്ലെങ്കിൽ യഥാർത്ഥമാണ്. ആവർത്തനത്തിൻ്റെ കേസ് അങ്ങനെയാണ്. ആൻഡ് വെർച്വൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് കേട്ടോ. വെർച്വൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ആവർത്തനം എന്താണെന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, ആവർത്തനം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. ഹൈ ബൈ ഹോ അല്ല, HI ഹൈറ്റ് ഓഫ് ദ ഇമേജിൻ്റെ ഉയരം ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്, വസ്തുവിൻ്റെ ഉയരം. അതിന് മറ്റൊരു ഇക്വേഷനും കൂടിയുണ്ട്, -V/U എന്ന് പറഞ്ഞ ഇക്വേഷനും ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നേരെ പ്രോബ്ലത്തിലൂടെ നടക്കാം. നമുക്ക് ചോദ്യം നോക്കാം. When an object is placed 20 cm from a concave mirror, അതായത് വസ്തു വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ദൂരമല്ലേ 20 സെന്റിമീറ്റർ, നേരെ ചാമ്പിക്കോ U is equal to 20 cm. ആൻഡ് U ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ആലോചിക്കേണ്ട, U are always നെഗറ്റീവ് എന്ന് ആലോചിച്ചാൽ മതി. U എപ്പോഴും നെഗറ്റീവാണ്, അതൊരു സംശയമില്ല കേട്ടോ. ഇഫ് പ്രൊഡ്യൂസസ് എ റിയൽ ഇമേജ് അറ്റ് എ ഡിസ്റ്റൻസ് 20 cm, റിയൽ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, യഥാർത്ഥ ഇമേജ് ഉണ്ടാക്കേണ്ടത് 20 cm. യഥാർത്ഥ ഇമേജ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് വശത്തായിരിക്കും കോൺകേവിൻ്റെ? ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. മിറർ എപ്പോഴും നമ്മൾ ഇങ്ങോട്ടാണ് വെക്കുക, മിറർ എപ്പോഴും ഇങ്ങനെ ഇങ്ങോട്ടാണ് വെക്കുക. അപ്പോൾ മിററിൻ്റെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒന്ന് തിയറി ആലോചിച്ച റിയൽ ഇമേജ്, യഥാർത്ഥമായ ഇമേജ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? വീഡിയോ പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. യെസ്, ലെഫ്റ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ലെഫ്റ്റിലായതുകൊണ്ട് തന്നെ റിയൽ ഇമേജ് ആയതുകൊണ്ട് റിയൽ ഇമേജ് എപ്പോഴും നെഗറ്റീവ് ആണ് വിൻ്റെ വാല്യൂ ഉണ്ടാവുക. അപ്പോൾ വിൻ്റെ വാല്യൂ എന്താണ്? -20 എന്ന് എഴുതി അല്ലേ. കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ദൂരം എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോക്കൽ ദൂരം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് കമന്റ് ദ നാച്ചർ ഓഫ് ദ ഇമേജ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിട്ടെ, ഫോക്കൽ ലെങ്തിൻ്റെ ചിഹ്നം എന്തായിരിക്കും? വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒന്നുകൂടി കമൻറ്റ് ചെയ്യുക. നെഗറ്റീവോ പോസിറ്റീവോ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നെഗറ്റീവോ പോസിറ്റീവ്? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സിമ്പിൾ ലോജിക്ക് ആലോചിച്ച് എപ്പോഴും ഇങ്ങനെയല്ല പോസ്റ്റ് ചെയ്യണേ, കമൻറ്റ് പോസ്റ്റ് ചെയ്യാൻ കിട്ടിയോ? ഇവിടെ ആയിരിക്കില്ലേ ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് F ആയിരിക്കില്ലേ, അപ്പോൾ അത് നെഗറ്റീവ് അല്ലേ വരിക? യെസ്, അത് നമ്മൾ ടേബിളുണ്ട്, F എപ്പോഴും നെഗറ്റീവ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ പണി പാടും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ Fൻ്റെ ഇക്വേഷൻ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, U/V ഡിവൈഡഡ് ബൈ U + V. അപ്പോൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത് വളരെ നല്ല, അല്ലാതെ നിങ്ങൾക്ക് ഫ്രാക്ഷൻ വെച്ച് ചെയ്യുന്നതോട് ചെയ്തോളൂ. ഞാനിപ്പോൾ ബ്രാക്കറ്റ് ഈ മെത്തേഡാണ് സാധാരണ സോൾവ് ചെയ്ത മെത്തേഡ്. യുവിൻ്റെ വാല്യൂ എത്ര? -20 ഇൻറ്റു വിൻ്റെ വാല്യൂ -20 തന്നെ, ഓൾ ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ -20 പ്ലസ് -20. ഓക്കെ അല്ലേ? സോൾവ് ചെയ്ത് എന്താ സംഭവിക്കുക? മൈനസ് ഇൻറ്റു മൈനസ് എത്ര വരിക? പ്ലസ്. മൈനസ് ഇൻറ്റു -20 അല്ലേ, 20 × 20 400. ഓക്കെ അല്ലേ? ഓൾ ഡിവൈഡഡ് ബൈ -20 പ്ലസ് ഇൻറ്റു -20. ഓക്കെ, പ്ലസ് ഇൻറ്റു -20 എന്ന് പറഞ്ഞാൽ -20. അപ്പോൾ -20 -40 അല്ലേ, -40. അപ്പോൾ എന്താ സംഭവിക്കുക? പ്ലസ് ബൈ മൈനസ് വന്നു 10 എന്ന് വരും അല്ലേ, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫോക്കൽ ദൂരം നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നത് എന്താണ്? ഫോക്കൽ ഇത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു, നെഗറ്റീവ് കിട്ടി. അപ്പോൾ ഇത് ശരിയാണ്, റെഡി. ആൻഡ് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള മറ്റൊരു കാര്യം എന്താണ്? കമന്റ് ദ നാച്ചർ ഓഫ് ദ ഇമേജ്. നാച്ചർ ഓഫ് ദ ഇമേജ് ചില കുട്ടികൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇത് കേസ് ഏതാണ്? അറ്റ് സി എന്ന് പറഞ്ഞ കേസാണ്. അറ്റ് സി സെയിം സൈസ് ആയിരിക്കും, സെയിം സൈസ് ഒക്കെ എന്ന് പറഞ്ഞ കേസാണ് വരുന്നത്. പക്ഷേ അത് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. കമന്റ് ദ നാച്ചർ ഓഫ് ദ ഇമേജ് അത് നമുക്ക് ഓൾറെഡി ഗസ് ചെയ്യാം. എഫ് നെഗറ്റീവാണ്, വി നെഗറ്റീവാണ്, വി റിയൽ ആണ്. വി റിയൽ ഇമേജ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, യഥാർത്ഥമായുള്ള ഇമേജ് എന്ന് പറയുന്നതിന് ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? ഇറക്റ്റ് ആണോ? അല്ല, ഇൻവേർട്ടഡാ, തല കീഴായിട്ട്. റിയൽ ഇമേജ് ആണോ? അത് ഇൻവേർട്ടഡ് ആയിരിക്കും, തല കീഴായിട്ടായിരിക്കും. അപ്പോൾ ഒരു നേച്ചർ കിട്ടി എന്താണ്? റിയൽ ആണ് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു. ക്വസ്റ്റ്യനിലുണ്ട്, അത് എഴുതേണ്ട കാര്യമില്ല. ഇൻവേർട്ടഡ് റിയൽ ആണോ? അത് ഇൻവേർട്ടഡ്. യഥാർത്ഥമാണെങ്കിൽ തല കീഴായിരിക്കും, തല കീഴായി. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ആൻഡ് ഒരു കാര്യം കൂടി, വലുപ്പത്തെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഫൈൻ മാഗ്നിഫിക്കേഷൻ എന്ന് പറയട്ടെ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നമുക്ക് കാണാം. മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു -V/U. സാറ് തന്നെ HI/H കൊടുക്കാത്ത ക്വസ്റ്റ്യനിൽ HI/H തന്നില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മൈനസ്, അത് ആ ഇക്വേഷനുള്ള മൈനസ് ആണ്. വിൻ്റെ വാല്യൂ -20. ഓക്കെ അല്ലേ? ഈ മൈനസ് ഇക്വേഷനുള്ള മൈനസ് ആണ്. താഴെ യുവും -20 ആണ്. സോ 3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പക്ഷേ താഴത്തൊരു മൈനസ്, ടോട്ടൽ മൈനസ് വരും. 20/20 എന്ന് പറഞ്ഞാൽ 1, -1. -1
മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ 1 കിട്ടിയാൽ അതിനർത്ഥം സെയിം സൈസ് എന്നാണ്. മാഗ്നിഫിക്കേഷൻ കാണാൻ പറഞ്ഞിട്ടുള്ളൂ, സെയിം സൈസ് എന്നാണ്. അപ്പോൾ ഈ നമ്പർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ മാഗ്നിഫിക്കേഷൻ എപ്പോഴെങ്കിലും 1.25 എന്നാണെങ്കിൽ പ്ലസ് 1.25 എന്നാണെങ്കിൽ ആ നമ്പർ മാത്രം നോക്കുക. ആ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലാർജ് ഇമേജ്, വലിയ ഇമേജ് എന്നുള്ള കൺസെപ്റ്റാണ്. ഇനി ഫോർ എക്സാമ്പിൾ എപ്പോഴെങ്കിലും 0. ഇങ്ങനെയാണ്. അപ്പോൾ ആ നമ്പർ മാത്രം നോക്കുക, അത് 1 ചെറുതല്ലേ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ ചെറിയ ഇമേജ്, സ്മോൾ ഇമേജ്, വസ്തുവിനേക്കാൾ ചെറിയ ഇമേജ് എന്നുള്ള കൺസെപ്റ്റാണ്. ഇനി എപ്പോഴെങ്കിലും മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിലോ ദാറ്റ് മീൻസ് സെയിം സൈസ് എന്നുള്ള കൺസെപ്റ്റാണ്. ഇത് മനസ്സിൽ വെക്കാം കേട്ടോ. റെഡി. അപ്പോൾ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമുക്കല്ലേ സമയത്തിൻ്റെ കുറേ പരിമിതി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില കുട്ടികൾ ആദ്യമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കണക്ക് കൂട്ടുമ്പോൾ പ്രശ്നം വരും. അവർ വീഡിയോ പോസ് ചെയ്ത് ഡെഫിനറ്റ്ലി ഒന്ന് എന്തെങ്കിലും കാണാം. ആൻഡ് ഇത് കണ്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഗ്രീൻ ടിക്ക് ഇടാം കേട്ടോ. 3 ഗ്രീൻ ടിക്ക് ഇടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഗ്രീൻ ടിക്ക് ഇടാം. നിങ്ങൾ മനസ്സിലായിട്ട് നിങ്ങൾ ഗ്രീൻ ടിക്ക് ഇട്ടാൽ മതി. എന്നെ ബോധിപ്പിക്കാനും അല്ല, നിങ്ങൾ സ്വയം ബോധിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓക്കെ ആകുന്നവരെ നിങ്ങൾ റിവൈൻഡ് അടിച്ച് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഓക്കെ ആയിട്ട് ഗ്രീൻ ടിക്ക് ഇട്ടിട്ട് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണാം കേട്ടോ. ശരി. അപ്പോൾ അടുത്ത ചോദ്യം ചെയ്യാം. അടുത്ത ചോദ്യം നിങ്ങൾ നോക്കാം. എൻ ഒബ്ജക്റ്റ് 2 സെൻറ്റിമീറ്റർ ഹൈ, അതായത് ഒബ്ജക്റ്റിന്റെ വലുപ്പം തന്നിട്ടുണ്ട്, HO തന്നിട്ടുണ്ട് അല്ലേ, 2 സെൻറ്റിമീറ്റർ. HO എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ എപ്പോഴും വസ്തുവിനെ എങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. അപ്പോൾ HO എപ്പോഴും പോസിറ്റീവ്. നമ്മുടെ ടേബിളിൽ ഉണ്ട് കേട്ടോ. അത് ടേബിൾ ജസ്റ്റ് ലോജിക്കാണ്. അപ്പോൾ ഒന്നേ ടേബിൾ കാണാൻ പഠിക്കാല്ലേ, ലോജിക്ക് പ്രകാരം ചെയ്യാം. അപ്പോൾ എന്താണ് HOന്റെ വാല്യൂ +2 സെൻറ്റിമീറ്റർ. പിന്നെന്താ, പ്രൊഡ്യൂസസ് എ റിയൽ ഇമേജ് 3 സെൻറ്റിമീറ്റർ ഹൈ. HIന്റെ വാല്യൂ എത്രയാണ്, 3 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ റിയൽ ഇമേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിയൽ ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കില്ലേ, റിയൽ ഇമേജ് തലകുത്തനായിരിക്കില്ലേ. അപ്പോൾ HIന്റെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കില്ലേ. യെസ്, ഡെഫിനറ്റ്ലി തലകുത്തനുള്ള സാധനങ്ങൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ HIന്റെ വാല്യൂ -3 സെൻറ്റിമീറ്റർ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കുഴപ്പമൊന്നുമില്ലല്ലോ. പറയുന്ന സ്പീഡാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കൂടി ലാഭിക്കാനാണ് കേട്ടോ. അറ്റ് എ ഡിസ്റ്റൻസ് വെൻ പ്ലേസ് അറ്റ് എ ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ ഫ്രം ദ കോൺകേവ് മിറർ, അതായത് ഒബ്ജക്റ്റ് 15 സെൻറ്റിമീറ്റർ അകലെ വെക്കുക. അതായത് യുവിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 15 സെൻറ്റിമീറ്റർ. യു 15 സെൻറ്റിമീറ്റർ അല്ലേ. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ വായിച്ചോ കേട്ടോ. റെഡി. അങ്ങനെയാണെങ്കിൽ യു ആർ ഓൾവേസ് നെഗറ്റീവ്. ശരി. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചാൽ എന്താ, കാൽക്കുലേറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വി കണ്ടാൽ മതി കേട്ടോ. ചില ആൾക്കാർ അത് സിക്കും എഫിനും ഇടയിൽ അങ്ങനെയൊന്നും വേണ്ട, വി കണ്ടാൽ മതി. ഓക്കെ, വി കാണണം. അപ്പോൾ ഏതാ ഇക്വേഷൻ, എഫ് ഒക്കെ കാണണോ, വേണ്ട. നമ്മുടെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്താ, മാഗ്നിഫിക്കേഷൻ -v/u ഉണ്ട്. അതേപോലെ എന്തുണ്ട്, HI/HO ഉണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാണേണ്ടത് വി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഭാഗം മാത്രം എടുത്താൽ മതി, മാഗ്നിഫിക്കേഷൻ കാണണ്ട. ഈ 2 ഭാഗം തന്നെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ -v/u = HI/HO മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഈ യുവിനെയും -u അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ യുവിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ v = u × HI/HO. 2 സൈഡ് നെഗറ്റീവ് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ നെഗറ്റീവ് അങ്ങോട്ട് കൊണ്ടുപോയി പോസിറ്റീവ് ആവുമല്ലോ ചെയ്യും കേട്ടോ. 2 സൈഡ് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് വരിക ചെയ്യുക കേട്ടോ. മാത്സ് ബേസിക്സ് ആണ്, തെറ്റിക്കില്ല വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് കണ്ടാൽ മതി. യുവിൻ്റെ വാല്യൂ എന്താണ്, യുവിൻ്റെ വാല്യൂ -15. ഈ മൈനസ് ഇവിടെ ഓൾറെഡി ഉള്ള മൈനസ് ആണ്. -15 ഇൻറ്റു പിന്നെ ആരല്ല HIൻ്റെ വാല്യൂ എത്ര, -3. അതും ബ്രാക്കറ്റ് ചെയ്യുന്നു, -3 ഓൾ ഡിവൈഡഡ് ബൈ HOൻ്റെ വാല്യൂ എത്ര, +2. HOൻ്റെ വാല്യൂ +2 ആണ്. ഓക്കെ അല്ലേ. റെഡി. അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യാലോ. മൈനസ് ഇൻറ്റു മൈനസ് വിൽ ബി ഈക്വൽ ടു പ്ലസ്. ഓക്കെ അല്ലേ. റെഡി അല്ലേ. പിന്നെന്താ, ഒരു മിനിറ്റ് ഇവിടെ ഞാൻ ഒരു ചെറിയ മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് നോക്കുന്നത് മനസ്സ് വരാൻ പാടില്ലല്ലോ. കാരണം എന്താ, റിയൽ ഇമേജ് ആണെങ്കിൽ വിൻ്റെ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു നെഗറ്റീവ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ യു കണ്ടോ, U15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ നെഗറ്റീവ് കൊടുത്തില്ല. ഈ നെഗറ്റീവ് ഏതാ, ഇക്വേഷനിൽ നെഗറ്റീവ്. യെസ്. ഇപ്പോൾ നോക്ക്, മൈനസ് ഇൻറ്റു മൈനസ്. അപ്പോൾ ടോട്ടൽ എന്ത് വരും, മൈനസ് വരും. ഓക്കെ, എൻ്റെ മിസ്റ്റേക്ക്. എനിക്കത് അറിയുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും അവിടെ പ്ലസ് കിട്ടില്ല എനിക്ക്, കാരണം റിയൽ ഇമേജ് അല്ലേ, യഥാർത്ഥ ഇമേജ് അല്ലേ, കിട്ടില്ല. അപ്പം ഇവിടെ ഞാൻ കൊടുത്തില്ല കേട്ടോ. അപ്പോൾ -+15 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 45 ഓൾ ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ, +2 ആണ്. +2. അപ്പോൾ 45 മൈനസ് ഡിവൈഡഡ് ബൈ പ്ലസ് മൈനസ് 45ൻ്റെ പകുതി എത്ര, 22.5 സെൻറ്റിമീറ്റർ. യൂണിറ്റ് ഉണ്ട്, യൂണിറ്റ് 22.5 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കുഴപ്പമില്ല വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇതാ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഗ്രീൻ ടിക്ക് ഇടുക. ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓക്കെ ആവുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ റിവൈൻഡ് അടിച്ച് എന്നെ കാണാം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ പോയിന്റിൽ വരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. ആൻഡ് വൈകിട്ട് 7:15 ലൈവിന്
55 ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും വരണം. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. ആൻഡ് നമുക്ക് ആ ലൈവ് വളരെ വളരെ സക്സസ്ഫുൾ ആയി മാറ്റണം. നിങ്ങൾക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുത്തിട്ട് ഇന്ന് സത്യം പറഞ്ഞാൽ വളരെ ക്ഷീണിതരായിട്ട് എൻ്റെ വോയിസ് ഒക്കെ മാറിയിട്ടുണ്ടല്ലോ. സ്ഥിരമായിട്ട് ക്ലാസ് കാണുന്നവർക്ക് എൻ്റെ വോയിസ് അല്ല, ഇന്ന് ഒരുപാട് ക്ലാസ് എടുത്ത് നോമ്പ് പിടിച്ച് ക്ലാസ് എടുത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി വരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പൗതി ചെയ്തു തരാം. ഞാൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് പ്ലസ് 6 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? പിന്നെ എന്താ പറയുന്നത്, പ്ലേസ് ഇൻ ഫ്രണ്ട് ഓഫ് കോൺകേവ് മിറർ അറ്റ് ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ അവേ. യു എന്താണ്? യു 10 സെൻറ്റിമീറ്റർ. യു ആർ ഓൾവേസ് നെഗറ്റീവ് അല്ലേ? യു നെഗറ്റീവ് ധൈര്യത്തിലെടുത്തോ. ആൻഡ് ഇമേജ് ഈസ് ഒബ്റ്റൈൻഡ് 16 സെൻറ്റിമീറ്റർ. മലയാളം മണിക്ക് കറസ്പോണ്ടിങ് ആയി വായിക്കുന്നല്ലോ. ആൻഡ് ഇമേജ് ഈസ് ഒബ്റ്റൈൻഡ് 16 സെൻറ്റിമീറ്റർ. വി ഈസ് ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ. ഓൺ ദ സെയിം സൈഡ് നമ്മളെ മിറർ വെച്ചതിൻ്റെ അതേ സെയിം സൈഡിൽ കിട്ടുകയാണെങ്കിൽ അത് റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജിൻ്റെ വീൻ്റെ വാല്യൂ നെഗറ്റീവ് അല്ല, സെയിം ലോജിക് അല്ലേ? കാരണം റിയൽ സൈഡ് ആണെങ്കിൽ തല കുത്തനെ ഉണ്ടാവുക അല്ലേ? ഇല്ല, പിന്നെ ഈ സൈഡിലേക്കുള്ള വർക്കും അല്ലേ നെഗറ്റീവ് അല്ലേ? അങ്ങോട്ടാണെങ്കിലല്ലേ പോസിറ്റീവ്. അപ്പോൾ വി വിൽ ബി -16. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആൻഡ് മാഗ്നിഫിക്കേഷൻ. ഹൈറ്റ് ഓഫ് ദ ഇമേജ് HI എത്രയെന്നും മാഗ്നിഫിക്കേഷൻ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ ആദ്യം കാണാൻ പറ്റും. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്താ? മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു -V/U. അപ്പോൾ മൈനസ് എടുത്തു. വീൻ്റെ വാല്യൂ എത്ര? വീൻ്റെ വാല്യൂ -16 ആണ്. അതാ ഈ മൈനസ് ഏതാ? ഇക്വേഷനുള്ള മൈനസ് ആണ്. ആ -16 കൂടെ ഉള്ളത് അതിൻ്റെ കൂടെ വീൻ്റെ കൂടെ ഉള്ളതാണ്. യുവിൻ്റെ വാല്യൂ എത്ര? യുവിൻ്റെ വാല്യൂ വിൽ ബി -10. സോ ടോട്ടൽ എന്താ? മൈനസ് ബൈ മൈനസ് പ്ലസ്, പക്ഷേ ഒരു മൈനസ് എക്സ്ട്രാ ഉണ്ട്. 16/10 എന്ന് പറഞ്ഞാൽ 1.6 -1.6. മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ്. -1.6. അത് മൈനസ് തന്നെ കിട്ടണം. കാരണം എന്താ? റിയൽ ഇമേജ് അല്ലേ? സെയിം സൈഡ് കിട്ടിയപ്പോൾ റിയൽ ഇമേജ് അല്ലേ? റിയൽ യഥാർത്ഥമായ ഇമേജ് അല്ലേ? യഥാർത്ഥമായ ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ചെയ്ത് ഓക്കെയാണ്. പോസിറ്റീവ് ഒരിക്കലും കിട്ടാൻ പാടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക? HI/HO ഈസ് ഈക്വൽ ടു -V/U ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? HI ഈസ് ഈക്വൽ ടു HO ഇൻറ്റു ഒരു മൈനസ് ഇവിടുത്തെ മൈനസ് കോമൺ ആയിട്ട് അവിടെ ഉണ്ട് ഇൻറ്റു V/U. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എത്ര ആൻസർ വരുന്നതെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഹെൽപ്പ് അല്ലെ? നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ കൃത്യമായി നിങ്ങളെ ഈ സിഗ്മ സീരീസിലുള്ള എല്ലാ വീഡിയോ നിങ്ങൾ കാണണേ. എല്ലാ വീഡിയോ പ്ലേലിസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലിടുക. എല്ലാവരോടും കാണാൻ നിർബന്ധിക്കുക. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സ് കാണും. അത് മേ ബി അവർക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഒരു കാര്യം ഫൈനലി പറയുകയാണ്. കണക്ക് ചെയ്യുന്നതിന് നമുക്ക് ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് പോസിറ്റീവോ നെഗറ്റീവോ? റിയൽ ഇമേജ് അല്ലേ? റിയൽ ഇമേജ് ആണെങ്കിൽ തല കീഴായിട്ട്. അപ്പോൾ പോസിറ്റീവോ നെഗറ്റീവ്? കമൻറ്റ്. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.